ഇന്ന് കർഷക ദിനം കൂടിയാണ്. അപ്പോൾ ഈ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു നീക്കത്തിലാണ് നമ്മുടെ ഈ ഒരു വ്യാപാര കരാർ ഇപ്പോൾ തട്ടി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ഈ മാസം 27-നാണ് ഈ വ്യാപാര കരാറിൽ അന്തിമ ധാരണയാകേണ്ടത്. അതിനു മുൻപ് ഓഗസ്റ്റ് 1-ന് മുമ്പ് 5 തവണ അമേരിക്കൻ സംഘവും ഇന്ത്യൻ സംഘവും പരസ്പരം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നിട്ടും ഈ വ്യാപാര കരാറിൽ ഒരു അന്തിമ ധാരണയായിരുന്നില്ല. അപ്പോൾ അതിന് അന്തിമ ധാരണയാകാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയ്ക്ക് വേണ്ടി അവരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വേണ്ടി വലിയൊരു വിപണിയായിട്ട് അതുകൊണ്ട് ഡംപ് ചെയ്യാനുള്ള ഒരു വിപണിയായി ഇന്ത്യയെ തുറന്നു കൊടുക്കുക എന്നതാണ് ട്രംപിന്റെ ഒരു ആഗ്രഹം. പക്ഷെ അത്തരത്തിൽ വിപണി തുറന്നു കൊടുക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി നമ്മുടെ ഇന്ത്യൻ സംഘം പലതവണ അമേരിക്കൻ സംഘത്തെ അറിയിക്കുകയും അതിൽ ഉടക്കി ഈ വ്യാപാര കരാർ ചർച്ചകൾ നിൽക്കുന്ന ഒരു കാഴ്ചയുമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഈ പ്രധാനമായും പാലും പാലുൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യയിലെ ക്ഷീര കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വന്തമായ ഒരു ക്ഷീര സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ്. ഏകദേശം 8 കോടി പേരാണ് ഡയറക്റ്റായിട്ട് ഈ ക്ഷീരമേഖലയെ ആശ്രയിച്ച് കഴിയുന്നത്. അപ്പോൾ വളരെ വിലക്കുറവിൽ അമേരിക്കൻ പാലും പാലുൽപ്പന്നങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 15% ഇന്ത്യൻ പാലിന് വില കുറയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അത് വലിയ നഷ്ടമാണ് ഇന്ത്യൻ ക്ഷീര കർഷകർക്ക് ഉണ്ടാക്കാൻ പോകുന്നത്.